എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അധ്യാപകരിൽ ഒരാളാണ് കെ പി അപ്പൻ സാർ, പ്രശസ്ത നിരൂപകൻ. അപ്പൊ അദ്ദേഹമായിരുന്നു ഗൈഡ് ആയിരുന്നോ? എന്തായിരുന്നു പി എച്ച് തീസിസ്? എന്തായിരുന്നു ടോപ്പിക്? വിമർശനത്തിലെ ദാർശനികത, കെ പി അപ്പന്റെ വിമർശന സാഹിത്യ വിമർശനത്തിലെ ദാർശനികത, കെ പി അപ്പന്റെ വിമർശന സാഹിത്യത്തെ മുൻനിർത്തിയുള്ള അന്വേഷണം. ഇത് കുറെ കാലമായി സബ്മിറ്റ് ചെയ്തിട്ട് 2017 അവാർഡ് ചെയ്തു. ഇത് കണ്ടും കേട്ട് ഒരു തീസ് സമർപ്പിച്ച ആളടുത്ത് നിൽപ്പുണ്ട്, ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ. 2 പി എച്ച് ഡിക്കാർ തമ്മിൽ കാണുമ്പോൾ ഒരേ മേൽക്കൂര കീഴിൽ 2 വയലിനിസ്റ്റ് കാണുന്നില്ല. സാറ് മരിച്ചിട്ട് 15 വർഷമായി എന്നാണ് ആ തീസിന്റെ ഓപ്പൺ ഡിഫൻസ് അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതാണ്. 15ാമത്തെ കൊല്ലത്തിലായിരുന്നല്ലേ. ഇപ്പൊ അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കൃതികൾ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങള് ഇതിന്റെ പര്യടനത്തിന്റെ ഭാഗമായിട്ട് കൊല്ലം നീരാവിലെത്തിയപ്പോ അവിടെ അപ്പൻ സാറിന്റെ കൂടെ എപ്പോഴും ഒരു നിഴൽ പോലെ യാത്ര ചെയ്ത എസ് നാസർ ഈ സമ്പൂർണ്ണ കൃതികൾ എനിക്ക് സമ്മാനിച്ചു. അപ്പം ഞാൻ ഒന്നുകൂടെ മിക്കവാറും അപ്പൻ സാറിന്റെ കൃതികളിലൂടെ കടന്നു പോയാൻ പറ്റിയെങ്കിലും അതൊക്കെ വിസ്മൃതിയിലായിപ്പോയ കുറെ കാര്യങ്ങളുണ്ട്. അത് ഒന്നുകൂടെ വായിക്കാനും ഒരു പുനർവായനയുടെ സുഖം അനുഭവിക്കാനും നമ്മൾ തീരുമാനിച്ചു. മാത്രമല്ല എനിക്ക് തോന്നുന്നത്, താങ്കളുടെ ഒരു അഭിപ്രായം ഞാൻ ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നത്, ഈ ബൈബിളിൽ ആധികാരികമായ ഒരു ദാർശനികമായ ഒരു നിരീക്ഷണം അദ്ദേഹം പലപ്പോഴും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് താങ്കളുടെ ഒരു അഭിപ്രായം? അപ്പൻ സാറ് വളരെ മനോഹരമായിട്ട് ബൈബിളിനെ അടിസ്ഥാനമാക്കി 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ബൈബിൾ വെളിച്ചത്തിന്റെ കവചം, മധുരം നിന്റെ ജീവിതമെന്നും അറിയത്തെക്കുറിച്ചും. അത് വളരെ നമുക്ക് വായിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നതും മനസ്സിലാകുന്നതും വളരെ ഗ്രന്ഥങ്ങളൊക്കെ റെഫർ ചെയ്ത് നന്നായിട്ട് തയ്യാറാക്കിയിരിക്കുന്നതാണ്. ഞാനത് പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, പലരോടും ഇത് വായിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, പലരെ കൊണ്ട് വായിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ മലയാളം ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപികയാണ്, NSSന്റെ പ്രോഗ്രാം ഓഫീസറും കൂടിയാണ്. എന്തായാലും അപ്പൻ സാറിന്റെ ദാർശനികത്തെ കുറിച്ച് അടുത്തറിയാവുന്ന ഒരു മലയാളം അധ്യാപികയായിട്ട് നന്നായിട്ട് വാഴുകയുടെ അതേ പറയാനുള്ളൂ. തൊടുപുഴയിലെ ഓൾഡ് മാനാണ് ന്യൂമാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഇടവേള കഴിഞ്ഞിട്ട് നമുക്ക് കുട്ടികളുമായിട്ട് സംസാരിച്ചാലോ? നമുക്ക് ഈ മോളെന്തോ നമ്മോട് പറയാനായിട്ട് ആവേശം കൊണ്ട് നിൽക്കാം. അപ്പൊ അതുകൊണ്ട് ആ മോളോട് ചോദിച്ചിട്ട് നമുക്ക് ഇടവേള. അത് നമുക്ക് കുട്ടികളെല്ലാം കൂടെ വന്നു കഴിഞ്ഞാല് ഒന്നിച്ച് നമുക്കൊരു ബ്രേക്ക് പറയാം. ജീവിതത്തിൽ ഇനി ഒരു അവസരം നിങ്ങൾക്ക് കിട്ടിയെന്ന് വരത്തില്ല. ഒരു ചാനലിന്റെ ഇടവേള പറയാനുള്ള അപൂർവ അവസരം നിങ്ങളെ കാത്തിരിക്കുന്നു. വേഗം കടന്നു വരൂ. പറഞ്ഞാ കേൾക്കുന്ന കുട്ടികളാ കേട്ടോ. കടന്നു വരാൻ പറഞ്ഞ ഒറ്റയാള് വന്നു. വരൂ. അപ്പൊ മോളെ പറ, മോളുടെ പേരെന്താ? ദിനീഷ. എവിടെയാ വീട്? ആലപ്പുഴ. ഇവിടെ ഏത് കോഴ്സിനാ പഠിക്കുന്നത്? ഓക്കെ. അപ്പൊ മോൾക്ക് നമ്മുടെ ഈ പെൺകുട്ടികളുടെ ലഹരി ഉപയോഗത്തെ കുറിച്ച് എനിക്ക് അറിയേണ്ടത്. അതിനെക്കുറിച്ച് ലോകത്തെമ്പാടുമുള്ള ആൾക്കാർ ഇപ്പൊ മോളെ ശ്രദ്ധിക്കുക. മോളെന്താ ഒരു അഭിപ്രായം പറയുക? ഞങ്ങളുടെ കൂടെയുള്ള ആരും ഉപയോഗിക്കാറില്ല. നമ്മള് ആന്റി ഡ്രഗ് അവയർനെസ് ക്യാമ്പയിൻസും ആന്റി ഡ്രഗ് അവയർനെസ് ക്യാമ്പ്സും ഒക്കെ നടത്താറുണ്ട് NSSന്റെ വക. അപ്പൊ അതിലൊക്കെ കൂടി നമുക്ക് നല്ലൊരു ഉത്ബോധം കിട്ടാറുണ്ട്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മളെല്ലാം ഒന്നിച്ച് നിന്നാൽ തന്നെ ഈ അക്രമങ്ങളും അതുപോലെ തന്നെ ഡ്രഗ്സുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ കേസസും നമുക്ക് കുറയ്ക്കാൻ പറ്റും കേരളത്തിൽ തന്നെ. ചെങ്ങന്നൂർ. ബിനീഷ പറഞ്ഞായിരുന്നു, അതുകൊണ്ടാണ്. അതുപോലെ തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ദിനീഷ. എല്ലാ കുട്ടികളും വന്നെങ്കില് എവിടെ? അയ്യോ, എത്ര പൈസ ചെലവായി? ഓക്കെ, അമ്മച്ചി ഈ സ്നേഹമാണ് ഏറ്റവും വലുത്. ഞാനത് ഇതാവുന്നു കേട്ടോ. ഓക്കെ, വണ്ടി വിളിച്ച് ഉന്മേഷേ നിങ്ങളുടെ നാട്ടിൽ നിന്ന് വന്നാ അമ്മച്ചി? അതെ. ഓക്കെ, അപ്പൊ അമ്മച്ചി വളരെ അമ്മച്ചിയുടെ പേരെന്താ? അമ്മച്ചിയൊക്കെ നമ്മുടെ കരുത്ത്. അതുകൊണ്ടല്ലേ നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. 65 വയസ്സായിട്ടും ഇടപാട് തീരാതെ കിടക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ വന്നത്. എക്സാമിന് പോകുന്നവരാണ്, 2 പേര് സാറിന്റെ ആരാധകരാണ്. എന്റെ അമ്മു. ഓക്കെ, നിങ്ങളെല്ലാം അവിടുന്ന് വരികയാണോ? അയ്യോ, മക്കളെ എന്താ പേര്? മോന്റെ പേരോ? ചേച്ചിയുടെ പേരോ? അനീതിയുടെ പേര്? നമ്മുടെ ചേച്ചിനെ വിളിക്കുന്നത് നമ്മളോട് സംസാരിക്കാൻ വന്നിരിക്കുന്നതാണ്. ആൾ ബ്ലൈൻഡ് ആണ്. പറഞ്ഞോ. ഇപ്പൊ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലഹരിയാണ് നമ്മുടെ നാടിനെ നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ്. അതുപോലെ ഈ നമ്മുടെ ഇപ്പൊ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും കേസിൽ കുട്ടികളെ പിടിക്കുകയാണെങ്കിൽ മാതാപിതാക്കൾ അവരെ ന്യായീകരിക്കുകയും അവരെ രക്ഷിക്കാൻ മാതാപിതാക്കളുടെ ആ സ്കോപ്പ് പോയി. അതെ, മാതാപിതാക്കള് അവരെന്ത് തെറ്റ് കാണിച്ചാലും എന്റെ മക്കൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ളൊരു ധാരണയാണ് പല മാതാപിതാക്കളും. മോന്റെ പേരെന്താ? എന്റെ പേര് നവനീത്. ഇനി മാതാപിതാക്കളിൽ നിന്നുണ്ടാവില്ല കേട്ടോ. മോൻ ധൈര്യമായിട്ട് ഉറങ്ങൂ.